ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. സോ അപ്പോൾ ഇന്ന് നമ്മൾ ഊട്ടിയിലാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അത് രാത്രിയിലായിരുന്നു, വന്നപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കിണ്ണക്കോരയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണം. സോ ബൈക്സ് എല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ 2 ത്രിട്ടൺ ഉണ്ട്, അത് അവൻ്റെ ത്രിട്ടാണ്, പിന്നെ എൻ്റെ ത്രിട്ടൺ. ലഗേജൊക്കെ പുറകെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡോമിനാർ V1, V3, MT, എക്സ്പൾസ്, V4, അങ്ങനെ കുറേ വണ്ടികളുണ്ട്. അപ്പോൾ ഇന്ന് ഊട്ടിയിലെ എക്സ്പ്ലോറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തത് ആക്ച്വലി ഇവിടെയായിരുന്നു. അത്യാവശ്യം നല്ല സ്റ്റേ ആയിരുന്നു. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അത്യാവശ്യം വെയിൽ വന്നു. അപ്പോൾ നമുക്ക് ഇനി ഇറങ്ങിയിട്ട് നോക്കാം. ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുള്ളൂ കുളിച്ച് സെറ്റായിട്ട്. എല്ലാവരും വന്നിട്ട് നോക്കാം. ശരി. അപ്പോൾ നമ്മൾ ഇറങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ വണ്ടിയെല്ലാം കയറി ഒരാൾ വീഡിയോ എടുക്കാൻ വേണ്ടി മുകളിലോട്ട് പോയിട്ടുണ്ട്. സോ പിന്നെ നേരെ കിണ്ണക്കോരയ്ക്ക്. പാടെ എടുത്തോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ചെറിയൊരു കട്ട് ഓഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അതുമല്ല, ഇവിടെ ഒരു ചെറിയൊരു ഓഫ് റോഡ് പോലെയാണ്. അപ്പോൾ ഇത് കയറുന്നത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ സൂക്ഷിച്ചിടണം. ഇങ്ങോട്ട് വന്ന ടൈമിൽ ഡോമിനോർ, നമ്മുടെ കൂടെ ആ ഫ്രണ്ടിൽ പോകുന്ന പച്ച ഡോമിനോർ അവിടെ നിന്ന് ചെറുതായിട്ട് വീണായിരുന്നു. അപ്പോൾ ഇറക്കുന്നതും കയറ്റുന്നതും എല്ലാം സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ പണിയാവും. ഈ പുല്ലേ തെന്നി പോകുന്നതാണ് ഏറ്റവും സീന്. നമ്മുടെ വണ്ടിക്ക് പിന്നെ ട്രാക്ഷൻ കൺട്രോളും കൂടെ ഉള്ളതുകൊണ്ട് അത്ര പോസ്റ്റ് കിട്ടില്ലായിരിക്കും. ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ കയറിയിട്ടുണ്ടേ. സോ മെയിൻ റോഡിൽ കയറി നമുക്ക് പോകാനുള്ളത് ഈ റൂട്ടാണ്. സോ ഇതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കിണ്ണക്കോരയ്ക്കുള്ള റൂട്ടാണ്. സോ അവന്മാർ ഓൾറെഡി ലീഡ് ചെയ്യുന്ന ആൾക്കാർ ഓൾറെഡി ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അവന്മാരെ പിടിക്കണം. അതിലാ ഡോമിനാറുള്ള വെടിയും വകയായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ വൈകുന്നേരത്തെ അത്ര തണുപ്പ് ആക്ച്വലി ഇല്ല കേട്ടോ. അതായത് ഒരു മൈൽഡ് തണുപ്പാണ്. ഓൾറെഡി ഞാൻ തെർമൽ ലൈൻ റൂളിൽ ഇട്ടിട്ടുണ്ട്. ശരിക്കും ചൂടെടുക്കുന്ന പോലൊരു ഫീലുണ്ട്. പക്ഷേ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമുക്ക് ശരിക്കും ആ ഫോറസ്റ്റ് വൈബ് ഇപ്പോൾ തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഊട്ടി മെയിൻ ടൗണിൽ നിന്ന് നമ്മൾ കിണ്ണക്കോരയ്ക്കുള്ള റൂട്ട് കയറിയിട്ടുണ്ട്. സോ ഒരു ഫോറസ്റ്റ് റൂട്ട് പോലെ. ഇത് കൂടെയൊക്കെയാണ് എനിക്ക് പൊതുവേ താല്പര്യം, ഇങ്ങനെ പോകുന്നതൊക്കെ. പക്ഷേ ഇതുപോലുള്ളവന്മാർ കുറേ കയറി വരും. സോ അധികം സ്പീഡിലൊന്നും പോകാതെ പയ്യെ കാഴ്ചകളൊക്കെ കണ്ടുപോകണം. ഓൾറെഡി നമ്മുടെ കൂടെ ഉള്ള ബാക്കി വണ്ടികളെല്ലാം പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ കിണ്ണക്കോരയ്ക്ക് വിടാം. ഇടയ്ക്ക് മൃഗങ്ങളെയൊക്കെ കാണുമെന്നാണ് പറയുന്നത് കേട്ടത്. ആ വഴിക്ക് പോകുമ്പോൾ എങ്ങനെ പോയാലും അവിടെ എന്തോ ഒരു ചുരം ഉണ്ടെന്ന് അങ്ങനെ എന്തോ പറയുന്നത് കേട്ടു. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. ഇപ്പം നിങ്ങൾക്ക് ക്യാമറ കണ്ടെന്നവരോടൊന്നും മനസ്സിലാവില്ല, പക്ഷേ നല്ല മഞ്ഞുണ്ട്. ഇപ്പോൾ ശരിക്കും മഞ്ഞ് കയറി വന്നിട്ടുണ്ട്. നമ്മൾ ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറി. മഞ്ഞ് പെയ്യാന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മഞ്ഞ് പെയ്യാന്ന്, അതായത് മഴ പെയ്യുന്ന പോലെ ഇരിക്കും, പക്ഷേ മഞ്ഞായിരിക്കും പെയ്യുക. വെള്ളമല്ല, വെള്ളം ചെറിയ തരികൾ പോലെ. അപ്പോൾ അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. ഓ മോനെ, ഇതെന്തോടാ സീൻ ക്ലൈമറ്റ്. അപ്പോൾ മഞ്ഞ് ചെറുതായിട്ട് പെയ്യുന്നുണ്ട്, അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, മുഖത്തടിക്കുന്നുണ്ട്. ഓ ഏതാ മൂഡ് എൻ്റെ അമ്മേ, കിടിലം. ഡിസംബറിലാണ് ഇതുപോലത്തെ ക്ലൈമറ്റ് ഒക്കെ കിട്ടുള്ളൂ. സോ ഡിസംബറിൽ തന്നെ മാക്സിമം എല്ലാവരും വരാൻ ശ്രമിക്കുക. അയ്യോ, അവിടെ നിൽക്കുന്ന പോലെ കാണാൻ പറ്റുന്നില്ല, ഫുള്ള് മഞ്ഞാണോ. അതേ മുന്നിൻ്റെ ഇടയ്ക്കോട്ട് കയറി. ഇവിടെ ഇപ്പോൾ ആക്ച്വലി കുറേ മഞ്ഞ് കൂടി നല്ല രീതിയിൽ.
ഗായ്സ്, അപ്പോൾ നമ്മൾ കറക്റ്റ് ഇപ്പോൾ കുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ടോപ്പിലോട്ടുള്ള വഴി കയറിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ട് മഞ്ഞ് ചെറിയ ക്ഷാമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറവാണ്. നമുക്കിനി കയറി പോകണം. ഇവിടുത്തെ റോഡ് അത്ര നല്ലതാണ്, ബട്ട് ഇത് ഒരുമാതിരി ടാറും അല്ല കോൺക്രീറ്റും അല്ല, മറ്റേ ലോക്ക് ചെയ്തേക്കുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലോട്ട് പോകാം. കുറേ കിടിലൻ കാഴ്ചകൾ കണ്ട് കയറിപ്പോം. ഞാൻ ഉള്ളിൽ തെർമൽ ലൈൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ദേഹത്തോട്ട് വലിയ തണുപ്പ് പറയുന്നില്ല, പക്ഷേ കയ്യിൽ നല്ല തണുപ്പ് പറയുന്നുണ്ട്. ഗ്ലൗസ് ഇട്ടിടും, അപ്പോൾ ഗ്ലൗസ് ഇടാതെ അവന്മാർ ഓടിക്കുന്ന അവന്മാർ ഇതാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. ഫുള്ള് തണുത്ത് മരയ്ക്കും അവന്മാർ. അതുപോലെ തന്നെ കാലിലും ചെറിയ തണുപ്പ് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോഴേ ഹെയർ പിൻ കയറിക്കൊണ്ടിരിക്കുക, ഹെയർ പിൻ ബെൻഡ്. ഇത് എത്രാമത്തെ ബെൻഡാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷേ ഈ റോഡ് ഒരുമാതിരി ഇത് കോൺക്രീറ്റും അല്ല, പക്ഷേ വണ്ടി ഓടിക്കാൻ കുലുക്കാൻ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇത് മറ്റേ ചരൽ വലുതാണ്, അപ്പോൾ നമ്മളിങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ തന്നെ തെന്നിപ്പോവും. ഇത് 28ാമത്തെ ഹെയർ പിന്നാണ്, 29ാമത്തെ ഹെയർ പിന്നാണ്. 34 ഹെയർ പിന്ന് ടോട്ടലുണ്ട്. സോ അതിൽ 29ാമത്തെ ഹെയർ പിന്നാണ് ഇത്. നമ്മൾ കയറാൻ തുടങ്ങിയതേ ഉള്ളൂ, ഇനി കയറി മുകളിൽ ചെല്ലണം. അപ്പോൾ അവിടുന്ന് ആക്ച്വലി അട്ടപ്പാടി റൂട്ട് ഇറങ്ങി പോകാനാണ് പ്ലാൻ. അപ്പോൾ 8 മണിയാകുമ്പോൾ അട്ടപ്പാടി അടയ്ക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മളവിടെ എത്തണം എങ്ങനെയും. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ടൗൺ പോലത്തെ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടേ. ആ ചുരം എല്ലാം കയറി വന്നു. ഇപ്പോൾ ബൈക്സ് എല്ലാം ഇവിടെ ഉണ്ട്. സോ നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യം എന്താ ചോദിക്കാൻ വേണ്ടി നിർത്തിയേക്കാം. എടാ വണ്ടി വരുന്നു. ഞാൻ ഉണ്ടായിരുന്നു, എൻ്റെ ഒരഞ്ഞൊരഞ്ഞു പോയിരുന്നു. അല്ലേ പോവും. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ മുകളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ കിടിലൻ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ഇപ്പോൾ ആക്ച്വലി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ബൈക്സ് എല്ലാം താഴെയാണ്. അപ്പോൾ ഇത് കുറച്ച് കിടിലൻ അമ്പലം ഇതുണ്ട്. മണിയടി. അപ്പോൾ ഇവിടുത്തെ പരിപാടികളുടെ സിനിമാറ്റിക് വീഡിയോ പോലെ ഞാൻ ഇടാൻ പറ്റുമോ നോക്കാം. പറ്റുമെങ്കിൽ ഇട്ടിട്ട് അത് കണ്ടു കഴിഞ്ഞ് നമുക്ക് ബാക്കി നോക്കാമേ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ അമ്പലം എന്ന് പറഞ്ഞ ഇതാണ്. ഇതിൻ്റെ മണിയാണ് അവന്മാർ ഇവിടെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവന്മാരെല്ലാം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിലൊരു സ്വാമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അമ്പലം. അപ്പോൾ ഇവിടെ വലിയ കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ സിനിമാറ്റിക് വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരെണ്ണം ഇടാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി റൈഡിങ്ങിൽ കാണാം. അപ്പോൾ ഓക്കെ ബൈ. ൊരാഴങ്ങൾ പോലൻ മറയില്ലാതെ മായാതെ ലോകം പിടിയില്ലാതെ പാരാകെ വാനില്ലോ പകലില്ലാതെ പായുന്ന ലോകം പണമില്ലാതെ മാറാതെ പാരും മഴകില്ലാതെ വിണ്ണായി മാറും. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി കുറേ വന്നേ. ഫുള്ള് മഞ്ഞായിരുന്നു, മഞ്ഞും ചെറിയ മഴ പെയ്ത്തുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അധികം റെക്കോർഡ് ചെയ്യാൻ ഞാൻ അവിടുന്ന് ഇറങ്ങിയ ഭാവം. സോ നമ്മളിപ്പോൾ കുറേ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പിള്ളേരും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നേരെ അട്ടപ്പാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഫോണൊന്നും റേഞ്ച് എന്ന് പറയുന്ന സാധനമില്ല. നമുക്ക് നോക്കാം. കുറച്ച് മുന്നേ നല്ല മഞ്ഞായിരുന്നു. നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്നവനെ പോലും കാണത്തില്ലായിരുന്നു, അത്രയും മഞ്ഞായിരുന്നു. അതേപോലെ തന്നെ മഞ്ഞ് ശരിക്കും പറഞ്ഞാൽ പെയ്യല്ല, മഴ ചാർന്ന പോലെ പെയ്യുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇൻസ്റ്റ ഇറക്കാഞ്ഞത്, മീൻസ് 360 ക്യാമറ ഇറക്കാഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ പോസ്റ്റ് ആവും. ഓൾറെഡി വാട്ടർ പ്രൂഫാണ്, പക്ഷേ നമ്മളൊരു ക്ലിപ്പ് ഇട്ടാലേ അത് ശരിയാവുള്ളൂ. ഇപ്പോൾ ഞാൻ മൈക്ക് കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് അത് സെറ്റാവില്ല. സോ അതുകൊണ്ട് ഞാനത് എടുത്തില്ല. നമുക്ക് നേരെ ഈ ചുരം ഇറങ്ങിയിട്ട് ബാക്കി നോക്കാവേ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാനൊരു സാധനം കാണിച്ചു തരാം. അവിടെ നിന്ന് ഒരു പൈപ്പ് താഴോട്ട് വരുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടോ? അത് മറ്റേ തമിഴ്നാട്ടിലോട്ട് വെള്ളം കൊണ്ടുവന്നോ. ആക്ച്വലി മുകളിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് വെള്ളം വരുന്നത് അത് കണ്ടോ? അതിൻ്റെ താഴെ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെക്ക് പോസ്റ്റ് പിടിച്ചു. എന്താടാ? ഞാനിവിടെ വരാം, വീഡിയോ ഇട്ടു. അതിനെ തമിഴ്നാടല്ലേ, ക്യാമറയ്ക്ക് സീനില്ലല്ലോ. പിന്നെ പ്ലാസ്റ്റിക് ഇല്ലേ അത് തുണി, അത് ഒന്നുമില്ല, ഡ്രസ്സ്.
എൻ്റെ പൊന്ന് കഴിച്ച് അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അയ്യ, ചെക്ക് പോസ്റ്റിലൊരു തൊല്ലയായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ഫുള്ള് മരം വെട്ടുവാണോ എന്നൊരു സംശയം. മരവും കാടും എല്ലാം വെട്ടി തെളിക്കുകയാണ്. RCയിലൊക്കെ വന്ന് മരം വെട്ടുന്ന. ആ ചെക്ക് പോസ്റ്റ്, അടുത്ത ചെക്ക് പോസ്റ്റ്. അവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. ഇതല്ല ചെക്ക് പോസ്റ്റ്. ആ മുള്ളിയോ? ഇനി ഇതിലേ അങ്ങോട്ടാ? ഓക്കെ, അപ്പോൾ ഇത് അട്ടപ്പാടിക്കുള്ള റൂട്ടാണ്. അങ്ങോട്ടായിരുന്നു മുള്ളി റൂട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലേ കയറ്റി വിടത്തില്ല. നമുക്കിനി അട്ടപ്പാടി റൂട്ടിൽ പോകാം. ഇപ്പോൾ സമയമേ 5:11 അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ഇരുട്ടി വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു അത്യാവശ്യം ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേതോ സ്ഥലം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അട്ടപ്പാടിക്ക് പോകുന്ന റൂട്ടാണ്. ഫോറസ്റ്റിനുള്ളിൽ കൂടെയാണ് എന്തായാലും പോകുന്നത്. സോ അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും മെയിൻ റോഡ് എത്തുക. നമ്മളിപ്പോൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുരം കയറുക ഇറങ്ങുക എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എനിക്കറിയത്തില്ല. RJ1L എന്തുവാണത്. സോ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് ഫുള്ള് കാണാം. മീൻസ് തമിഴ്നാടിൻ്റെ ആ ഭംഗി താഴെ ഫുള്ള് കാണാൻ പറ്റും. രസമുണ്ട് എന്തായാലും. അപ്പോൾ അവിടെ ജസ്റ്റ് ചെറിയൊരു ബ്രേക്ക് എടുത്തായിരുന്നു. ചുമ്മാ ഒരാൾ നോക്കി തന്നായിരുന്നു. പക്ഷെ അവൻ ഓൾറെഡി ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആരും അങ്ങോട്ട് പോകണേ. ഇനി അമ്മാരുടെ അടുത്ത് ചെന്നിട്ട് വേണം. അമ്മാരെവിടെയാ? സ്ട്രെയിറ്റ് ആണോ? ഓ അതെ നിങ്ങൾ. അപ്പോൾ അവന്മാരെ കിട്ടി കഴിച്ചു. അവന്മാരിത് അവിടെ ഉണ്ട്. സോ നമ്മളിത് അട്ടപ്പാടി 42 കിലോമീറ്റർ, കോയമ്പത്തൂർ 35 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ ചായക്കടയിലെത്തി. ഇങ്ങനെ ചായ കുടിച്ചിട്ട് ബാക്കിയാണ് ഗൈസ്. അപ്പോൾ നമ്മളെ അവിടെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ അട്ടപ്പാടി ക്യാൻസൽ ചെയ്തു. സ്ട്രെയിറ്റ് ടു കോയമ്പത്തൂർ ടു പാലക്കാട് ടു തൃശ്ശൂരിൻ്റെ ആ വഴി കയറി നേരെ എറണാകുളം. അതാണ് പരിപാടി. എല്ലാം ഇരിക്കുമെന്ന് തോന്നുന്നു. താഴെ പോവോ? കുഴപ്പമില്ല, കുറച്ച്. അപ്പോൾ നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട്. കോയമ്പത്തൂർക്കാണ് സ്ട്രെയിറ്റ്. മൊത്തം പട്ടികളാണ്. ഞാൻ പറയില്ല, മൊത്തം പട്ടികളാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ജെറ്റ് വെടിയും പോകുകയായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ വന്ന് ഇവിടെ ഒരു പമ്പിൽ നിർത്തിയിട്ടുണ്ട്. ജസ്റ്റ് പെട്രോൾ ഫില്ല് ചെയ്യാനും പിന്നെ ബാത്റൂമിലൊക്കെ പോകാനായിട്ട് നിർത്തിയാണ്. അപ്പോൾ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ നേരെ എടുക്കുകയാണ്. നേരെ വെട്ടിയും പൊക്കയും കോയമ്പത്തൂർ, അവിടുന്ന് നേരെ വീട്. സോ ഒരു ലോങ് സ്ട്രെച്ചാണ്. അടിച്ചു പോറി പോകണം. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് സീ. അപ്പോൾ ശരി ഗൈസ്, ഇനി എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ട് കാണാം. ഇല്ലെങ്കിൽ ഇനി റെക്കോർഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് സെറ്റപ്പ്. സോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ചെയ്യാം. ഓക്കെ, ബൈ.